ധനുഷ് പറ. ഈ 12-ാം തീയതി ഇനി ചർച്ചയുണ്ടാകും എന്ന കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാര്യം ഇപ്പോൾ വെടിനിർത്തൽ മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ബാക്കി അജണ്ടകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. കാര്യം പാകിസ്ഥാന് പ്രധാനമായും ചർച്ച ചെയ്ത് അവരുടെ ഒരു ആവശ്യം നടപ്പാക്കിയെടുക്കണം എന്ന് അവർക്ക് ആഗ്രഹമുള്ളത് ഈ സിന്ധു നദീജലം അവർക്ക് പൂർണ്ണമായി ലഭിക്കണം, ഈ കരാർ അടിസ്ഥാനത്തിൽ തന്നെ ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ ചർച്ചയ്ക്ക് ഒരു വഴി അടച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ, അതായത് ഈ ചർച്ച വരുമ്പോൾ മാത്രം ഈ വാതിൽ തുറന്നാൽ മതി എന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യ ഒരു തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ഈ അസാധുവായ കരാർ അസാധുവായി തന്നെ നിലനിൽക്കും എന്നുള്ളൊരു കാര്യം. ഇനി അത് പൂർണ്ണമായും ഈ ഒരു ഡിസ്കഷൻ പോയിന്റിലായിരിക്കും ഈ തരത്തിലുള്ള ഒരു ഇനി ഈ വെള്ളം വിട്ടുകൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം വരുന്നത്. പക്ഷേ സ്വാഭാവികമായും വെള്ളം വിട്ടുകൊടുക്കണോ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ചില ഉറപ്പായും ചില കൃത്യമായ ഷുവർട്ടികൾ വേണ്ടിവരും. അതിൽ ഒരു കാരണവശാലും ഒരു ഭീകര പ്രവർത്തനം ഇന്ത്യൻ മണ്ണിൽ അനുവദിക്കില്ല എന്നുള്ളത് തന്നെ ഒരു ശക്തമായി ഇന്ത്യ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. കാര്യം അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ നിരന്തരം ഉന്നയിക്കുന്നതാണ് ഈ ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. മാത്രമല്ല ഇന്ത്യൻ അതിർത്തിയുടെ പാക് അധീന കാശ്മീരിലാണ് ഇത് കൂടുതലുള്ളത്, കൂടുതൽ ഈ ഭീകര ക്യാമ്പുകളുള്ളത്. ജെയ്ഷെ മുഹമ്മദിന്റെയും അതേപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബയുടെയും ആസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ പഞ്ചാബിലാണ്. അതായത് ഇന്ത്യൻ അതിർത്തിയിലാണ്. ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും ഒരു 40 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ കേന്ദ്രങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ എല്ലാവിധ സൗകര്യവും ഇവരുടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ റിക്രൂട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ ജിമ്മുണ്ട്, സ്വിമ്മിംഗ് പൂൾ അടക്കമുണ്ട്. അങ്ങനെ വിപുലമായ സൗകര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ കെട്ടിടങ്ങളുടെ ഒരു അവസ്ഥ കാണിച്ചു കൊടുത്തിട്ടാണ് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത്, ഇതെല്ലാം നിങ്ങൾ നശിപ്പിക്കണം, ഇവർക്കൊരു കാരണവശാലും സഹായം നൽകരുത് എന്ന്. പക്ഷേ ഈ പല ചർച്ചകളും വന്നു കഴിയുമ്പോൾ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ പാകിസ്ഥാൻ കൈയൊഴിയുകയാണ് പതിവ്. കാര്യം തീവ്രവാദികളുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഒരു കാരണവശാലും അവർക്ക് ഒരു സഹായവും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നിരന്തരം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് കൃത്യമായി ഇന്ത്യ വ്യക്തമാക്കുകയാണ്, ഇന്ന ഈ തീവ്രവാദികളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ഇവിടെ അതാണ് ഞങ്ങൾ തകർത്തിരിക്കുന്നത്. മാത്രമല്ല ഈ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ, ബ്രിഗേഡിയർ പറഞ്ഞ പോലെ തന്നെ കൊടും ഭീകരന്മാർ തന്നെയാണ് അവരെ കൊന്നിരിക്കുന്നത്. അവർ പലത് 2 ഭീകരന്മാർ, ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന 2 ഭീകരന്മാർ UN-ന്റെ ഭീകരന്മാരുടെ പട്ടികയിലുള്ളവരാണ്. അവർക്ക് തലയ്ക്ക് വിലയിട്ടിരിക്കുന്നവരാണ്. കാണ്ഡഹാറിൽ നിന്ന് വിമാനം തട്ടിക്കൊണ്ടുപോയവരാണ്. ആ തരത്തിലുള്ള ഭീകരന്മാരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഈ ഒരു പതിവ് വർത്തമാനം ഒരു കാരണവശാലും പാകിസ്ഥാന് നടക്കില്ല. അതുകൊണ്ട് കൃത്യമായ ആ ഉറപ്പ് ഇനി ഒരു ചർച്ചയിലായിരിക്കും ഇന്ത്യ എടുക്കേണ്ടത്. അങ്ങനെയുള്ള ചർച്ചക്കായിരിക്കും ഇനി തുടക്കം കുറിക്കേണ്ടത്. നിഷാദ് നേരത്തെ ചോദിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്, കോൺഗ്രസ് എന്താണ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നതെന്ന്. കാര്യം കോൺഗ്രസ് നിരന്തരം പറയുകയാണ്, പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട നേതാക്കന്മാരോട്, രാഷ്ട്രീയ നേതാക്കന്മാരോട് പറയണം, സംസാരിക്കണം, എന്താണ് സംഭവിച്ചതെന്ന്. സർവകക്ഷി യോഗം ആദ്യത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല, രണ്ടാമത്തെ സർവകക്ഷി യോഗം വിളിച്ചു കഴിഞ്ഞപ്പോഴും പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. അവിടെ എല്ലാം രാജ്യരക്ഷാ മന്ത്രിയാണ് വരുന്നത്. ഈ ചർച്ച തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാണ് ഞങ്ങൾക്ക് അറിയേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് പറയുന്നത്. ഈ കോൺഗ്രസിന്റെ കാലത്തും ഇതുപോലെ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. 1ാം ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒഫീഷ്യലായിട്ട് ഒരു ട്രംപ് വിചാരിച്ചതുകൊണ്ടാണ് ആ ചർച്ച അല്ലെങ്കിൽ അന്ന് പാകിസ്ഥാനുമായിട്ട് ഒരു വഞ്ഞുരുക്കം ഉണ്ടായത് എന്നുള്ളൊരു കാര്യം ഒരിടത്തും വന്നില്ല. അതൊരു ഇന്ത്യയുടെ ഒരു പരമാധികാരം ഉപയോഗിച്ച് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ച എന്ന രീതിയിലാണ് വന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഇതിനു മുമ്പ് കാണിച്ചിരിക്കുന്ന കുറെ മാർഗങ്ങളുണ്ട്. മാത്രമല്ല ഇന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയെ മിസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശക്തമായ ഒരു രാജ്യത്തെ പോരാടുകയും ആ രാജ്യത്തെ 2ആയിട്ട് വെട്ടിമുറിച്ചുകൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ രാജ്യം ഉണ്ടാക്കിയ ചരിത്രവുമുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന് മേൽ ആദ്യമായിട്ടല്ല വിജയം നേടുന്നത്. 1965-ലും 1971-ലുമെല്ലാം ഇവിടെ ഇന്ത്യ വിജയം തന്നെയാണ് നേടിയത്. അതുകൊണ്ട് ഇതിനകത്ത് എന്താണ് കൃത്യമായി വർക്ക് ചെയ്തത് എന്നുള്ളൊരു കാര്യം പറയണം എന്നാണ് പറയുന്നത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതിന് പാർലമെന്റ് പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി തന്നെ പറയണം എന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ട്. ഈ ഒരു കോൺഗ്രസിന്റെ ആവശ്യത്തോട് എങ്ങനെയാണ് BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രതികരിക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് കണ്ടറിയേണ്ടത്.